പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തൃശ്ശൂരിലെ യാത്രികർക്കായി ഒരു ഡബിൾ ഡെക്കർ ബസ് കൂടി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം രണ്ട് മന്ത്രിമാർ കൂടി ചേരുന്നുണ്ട്. മന്ത്രി കെ രാജനും അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറും രണ്ടുപേരും ഇന്ന് ഈ ഒരു ഡബിൾ ഡെക്കറിലുള്ള യാത്രയിലാണ്. നമുക്ക് അവരോട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി ചോദിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് രാജേട്ടാ, അങ്ങനെ തൃശ്ശൂരുകാർക്കും സ്വന്തമായി ഒരു ഡബിൾ ഡെക്കർ വന്നു. ഈ ഒരു സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? നമ്മളൊരു സ്വകാര്യ അഹങ്കാരത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്കും മന്ത്രി ഒരു ഡബിൾ ഡെക്കർ തരും. ഡബിൾ ഡെക്കർ തരുന്നത് യാത്ര ശരിയാകുമോ എന്നറിയാനായിട്ടുള്ളൊരു ട്രയലാണിന്ന്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ മാറ്റേണ്ട കേബിളുകൾ, ഇലക്ട്രിക് ലൈനുകൾ, ഇതൊക്കെ നമുക്ക് ഈ യാത്രയിലാണ് മനസ്സിലാവുക. അപ്പോൾ ഈ യാത്ര ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിച്ചു, ഒന്ന് അദ്ദേഹം കൂടി വന്നൊന്ന് നോക്കിയാൽ വേഗതയിലാക്കും. ഗണേഷ് മന്ത്രിയുടെ ഒപ്പമുള്ള യാത്രയുടെ സന്തോഷം, തീരുമാനമെടുത്താൽ പിന്നെ പടപെടാന്ന് കാര്യങ്ങൾ നടക്കും. വേറെ തടസ്സങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ട് ഏതാനും സമയങ്ങൾക്കകം, അതെ, ആവശ്യപ്പെട്ടതിൻ്റെ പിന്നാലെ KSRTC തന്നെ മേടിക്കാൻ MDക്ക് നിർദ്ദേശം നൽകി. പുതുവത്സരത്തിൽ തരുന്നു ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അപ്പോൾ മന്ത്രി കൂടി ഇന്ന് യാത്ര ചെയ്യുമ്പോൾ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പിന്നെ പാർക്കിനകത്തുകൂടി ഒരു റൗണ്ട് ഇട്ട് ടിക്കറ്റ് എടുത്ത് കയറേണ്ടവർക്ക് പിന്നെ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈ KSRTCയുടെ ഒരു ആകർഷണമായി അതുകൂടി കൊടുക്കാൻ പറ്റിയാൽ ഒരു വലിയ അനുഭവമായിട്ട് നമുക്കിത് മാറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ യാത്ര നോക്കുകയാണ്. എറണാകുളം ഡിപ്പോയിൽ നിന്നുള്ള വണ്ടിയെടുത്ത് ഇതിനു വേണ്ടിയൊരു യാത്രയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറായി. പുതിയ വണ്ടി വരുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ആധുനിക രീതിയിലുള്ള 1.5 കോടിയോളം രൂപ ചെലവഴിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരിക്കും. സുവോളജിക്കൽ പാർക്ക് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ആകർഷകരമായിട്ടുള്ള അത്ഭുതങ്ങളിലേക്ക് ചിറക് നിർത്തി പറക്കാൻ ഇതിൻ്റെ പുതിയ റൂട്ടുകൾക്ക് സാധിക്കും. സ്വരാജ് റൗണ്ട് ഇനി എത്ര പരിപാടികളാണ് ഈ വണ്ടി വരുമ്പോഴാണ് 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമ്മുടെ സ്കൂൾ യുവജനോത്സവം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ മാമാങ്കം ഇവിടെയാണ് നടക്കുന്നത്. പിന്നാലെ തൃശ്ശൂർ പൂരം, അതിൻ്റെ പിന്നാലെ പുലിക്കളി, നമുക്ക് ഡിസംബർ 27 സ്ഥിരമായിട്ടുള്ള ബോണ്ണത്താലെ, തൃശ്ശൂരിൻ്റെ വള്ളംകളികൾ, ഇങ്ങനെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഹൃദയത്തുടിപ്പ് കാണാൻ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ നഗരം കൂടി കാണാം. ഞാനിപ്പോൾ ഗണേശനോട് പറയുകയാണ്, എത്രയോ കാലമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കടന്നു നടക്കുന്നവരാണ്. ലൂർദ് പള്ളി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? തെക്കേ ഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഭംഗിയായിട്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടോ? നമ്മൾ മാക്സിമം മുകളിൽ കയറി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അത് എല്ലാ പോയിന്റുകളും ഇങ്ങനെ കാണാൻ പറ്റില്ല. തൃശ്ശൂരിൻ്റെ കാണേണ്ട വലിയ സൗഹൃദങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു കാലം നമുക്ക് കണ്ടുപോകാൻ പറ്റും. നമ്മൾ മന്ത്രി ഗണേഷ് സാറും കൂടി അദ്ദേഹത്തോടു കൂടി ചോദിക്കേണ്ടതുണ്ട്. സാർ, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറയും? ഇത് മിനിസ്റ്റർ ഒരു 5 ദിവസം മുമ്പ് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിൻ്റെ തലേദിവസം അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. 4-5 ദിവസമായിട്ടുള്ളൂ. പക്ഷേ അന്ന് തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ KSRTC CMD പ്രമോദ് ശങ്കറിന് ഒരു വണ്ടി വാങ്ങാൻ, സ്വിഫ്റ്റിലൊരു വണ്ടി വാങ്ങാനായിട്ട് തീരുമാനിച്ചു. നമുക്കൊരു 1.5 കോടിയോളം വണ്ടിക്ക് വില വരും. പക്ഷേ നമുക്കത് ഫീസിബിൾ ആക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. കാരണം നമ്മളെ കണക്കുകൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഈ സർക്കാരിൻ്റെ പൈസയില്ലേ ചിലവായിക്കും എന്ന് പറയുന്നൊരു മന്ത്രിയല്ല ഞാനതൊരു കണക്കുണ്ട് എൻ്റെ മനസ്സിൽ. ഞാനൊന്ന് ഗുണിച്ചു വരിച്ചുമൊക്കെ നോക്കി. അപ്പോൾ പെട്ടെന്ന് മിനിസ്റ്റർ തന്നപ്പോൾ തന്നെ ഞാൻ ഗുണിച്ചു വരിച്ചു നോക്കിയപ്പോൾ സംഗതി കുഴപ്പമില്ല. കാരണം മറ്റുള്ള സ്ഥലത്തെ കണക്കുകൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വണ്ടി വാങ്ങാമെന്ന് എനിക്കും CMDക്കും അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ CMD ആക്ഷൻ എടുത്തു. കാരണം വണ്ടി വാങ്ങാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരിയോടുകൂടി പുതുവത്സരത്തിൽ ഞാൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ പുതുവത്സരത്തിൽ നമുക്കത് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ കഴിയും. പുതിയ വണ്ടി ഇലക്ട്രിക് ബസ്സായിരിക്കും. ഇപ്പോൾ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സേ ഉണ്ടാക്കുന്നുള്ളൂ. ലൈലൻഡ് കമ്പനി അവർ ഇപ്പോൾ ഇതുണ്ടാക്കുന്നില്ല, ഡീസൽ വണ്ടി ഉണ്ടാക്കുന്നില്ല. പഴയ വണ്ടികളാണ് ഡീസലുള്ളത്. പക്ഷേ അതെല്ലാം ഇലക്ട്രിക്. ഈ ഓപ്പൺ ബസ് എന്ന് പറയുന്ന സങ്കല്പം ട്രിവാൻഡ്രത്തും വിജയിച്ചു, കൊച്ചിയിലും അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ വരെയാണ്. എന്തായാലും തൃശ്ശൂരുകാർക്ക് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായ പരിപാടികളുണ്ട്. ഇപ്പോൾ പൂരം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പുലികളി, ഇതെല്ലാം വരുമ്പോൾ ഇനി ഇങ്ങോട്ട് ഈ ഡബിൾ ഡെക്കർ ബസ് ഒരു നായകനായിരിക്കും. ഈ പുത്തൂർ മൃഗശാലയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് കയറി നഗരം ചുറ്റിക്കണ്ട് ഈ വടക്കുന്നാഥ ക്ഷേത്രവും പാറമേക്കാവും ഈ ലൂർദ് പള്ളിയെല്ലാം നമ്മൾ ഈ ഒരു വ്യൂവിൽ കണ്ടിട്ടില്ല. അപ്പം നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പാലക്കാട് നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇത് കാണാം. പിന്നെ തൃശ്ശൂർ മൃഗശാലയിലേക്കും സുവോളജിക്കൽ പാർക്കിൽ പോവാം. അപ്പോൾ അത് ഒരു നല്ല വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും. കാരണം ഇനി മാത്രമല്ല, മിനിസ്റ്ററുമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ KSRTC ഉദ്യോഗസ്ഥർ വരും. അവർ വന്നിട്ട് ഈ കേബിളുകളൊക്കെ ഇപ്പോൾ നോക്കുന്നുണ്ട് അവർ. അതുകൂടാതെ തൃശ്ശൂർ വേറെ ഏതെങ്കിലും ഭാഗം കവർ ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം, കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മിനിസ്റ്ററുമായിട്ട് ആലോചിക്കും. കാരണം അദ്ദേഹത്തിനാണല്ലോ ഇവിടുത്തെ പ്രസൻറ്റ് റിയാലിറ്റി. ഇപ്പോൾ MLA മായിട്ടും ആലോചിച്ചതിന് ശേഷം വേറെ ഈ റൂട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ കാഴ്ചകൾ കൂടി കാണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവരാലോചിച്ച് തീരുമാനിക്കും. അതുതന്നെയാണ് വലിയ ഒരു ആവേശം. ഈ പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ആദ്യമായി ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കാനാകും. അതും ഈ വടക്കുംനാഥനെ ചുറ്റി തൃശ്ശൂരിലെ ഈ ഒരു റൗണ്ട് മുഴുവൻ ചുറ്റി കണ്ട് കാഴ്ചകൾ കണ്ട് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു പുതിയ ഗതാഗത മാർഗത്തിന് തുടക്കമിട്ടുകൊണ്ട് രണ്ട് മന്ത്രിമാരും പറയുന്നത്.